ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രം അരുൾമികു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിലാണ്. ആനന്ദ് സ്കൈപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരുകൻ്റെ അറുപടൈ വീടുകളിൽ രണ്ടാമത്തേതാണ് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം. ഇവിടുത്തെ ഐതിഹ്യം ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ശൂരപത്മൻ എന്ന അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ. അതിനുശേഷം മുരുകൻ അറിയപ്പെടുന്നത് ജയന്തിനാഥൻ എന്ന പേരിലാണ്. 17-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസ് അധീനത്തിലായിരുന്ന ഈ ക്ഷേത്രം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഇവിടുത്തെ പ്രധാന വിഗ്രഹങ്ങൾ കൈവശപ്പെടുത്തി രക്ഷപ്പെട്ടു എന്നുമാണ് വിശ്വസിക്കുന്നത്. ഈ കടലിലൂടെ അവർ യാത്ര ചെയ്തു പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടായി എന്നും തുടർന്ന് വിഗ്രഹങ്ങളെല്ലാം കടലിൽ ഉപേക്ഷിച്ചു പോയി എന്നുമാണ് 1653 പ്രസ്തുത വിഗ്രഹങ്ങളെല്ലാം ഈ കടലിൽ നിന്നാണ് ലഭിച്ചത്. അത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പ് ഈ കടലിൽ പോയി മുങ്ങിക്കുളിക്കണമെന്നും തുടർന്ന് നാഴിക്കിണറിൽ സ്നാനം ചെയ്യണമെന്നുമാണ് പറയപ്പെടുന്നത്. കടൽ മലിനമാക്കരുതെന്ന ബോർഡ് വച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ വസ്ത്രങ്ങൾ ഇപ്പോഴും ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇവിടുത്തെ ക്ഷേത്ര ഗോപുരത്തിന് 157 അടി ഉയരമുണ്ട്. 9 നിലകളിലായുള്ള മനോഹരമായ ഒരു രാജഗോപുരമാണ്. ഇവിടെ വരുന്ന ഭക്തർക്ക് പ്രത്യേകമായി യൂണിഫോം ഉണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകളാണെങ്കിൽ ചുമന്ന സാരിയും ബ്ലൗസും, പുരുഷന്മാർക്ക് പച്ച ഷർട്ടും മുണ്ടുമാണ് വേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാഴിക്കിണറിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ സ്നാനം ചെയ്തതിന് ശേഷം വേണം മുരുക ഭഗവാനെ ദർശിക്കാൻ. ഇവിടെ വന്നപ്പോൾ മുരുക ഭഗവാന്റെ രഥഘോഷയാത്ര അടുത്തുനിന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പ്രധാന ഉത്സവമൂർത്തിയായ ഷൺമുഖൻ തൻ്റെ ഭഗ്നിമാരായ വള്ളി, ദേവയാനി ദേവിമാർക്കൊപ്പം എഴുന്നള്ളുന്ന രഥയാത്ര അതിമനോഹരമാണ്.